റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് then some standard quantities. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് എന്താണ് ഇന്റർനാഷണൽ ഓം, എന്താണ് ഇന്റർനാഷണൽ ആംപിയർ, എന്താണ് ഇന്റർനാഷണൽ വോൾട്ട് എന്നുള്ള കേസുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം എന്താണ് ഇന്റർനാഷണൽ ഓം എന്ന് പറഞ്ഞാൽ it is defined as the resistance offered to an unvarying current DC by a column of mercury column, ഒരു ഗ്ലാസ് filled of mercury ആണ്, mercury at the temperature of melting ice 0 degrees Celsius, 14.4521 gram in mass of constant cross section area 1 square meter and 106.3 centimeter in length. അല്ലേ? It is defined as the resistance offered. അതായത് ഈ ഒരു കോളം ഓഫ് മെർക്കുറി ഉണ്ടല്ലോ, ഇത് ഓഫർ ചെയ്യുന്ന ഈ ഒരു സ്പെസിഫിക്കേഷൻ ഉള്ള മെർക്കുറി ഫില്ല് ചെയ്തൊരു കോളം ഉണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് ട്യൂബിൽ മെർക്കുറി ഫില്ല് ചെയ്തിട്ട്, ഒരു ഗ്ലാസ് ട്യൂബിൽ മെർക്കുറി ഫില്ല് ചെയ്തിട്ട് ഈ പറഞ്ഞ ഡയമെൻഷൻസ് ഒക്കെ ഉള്ളൊരു ഗ്ലാസ് ട്യൂബ് എത്രയാണ്? 1 square mm ഏരിയ. ഓക്കെ, ക്രോസ് സെക്ഷൻ ഏരിയ. ഇത് ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? 1 square mm ഉള്ള ഇതിൽ എന്ത് ചെയ്യുന്നു നമ്മൾ? 14.4521 gram മാസ് മെർക്കുറി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്ത്, ആൻഡ് ഇറ്റ് ഇസ് ദ ഹൈറ്റ് 106.3 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും. അത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് പറഞ്ഞാൽ ഒരു മെർക്കുറി കോളം ഉണ്ട്. മെർക്കുറി കോളം അതായത് ഈ ഗ്ലാസ് ട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 square mm ഉള്ള ഒരു ഗ്ലാസ് ട്യൂബില്, ക്രോസ് സെക്ഷൻ ഏരിയ ഗ്ലാസ് ട്യൂബില് നമ്മൾ മെർക്കുറി ഫില്ല് ചെയ്യുന്നു. അപ് ടു 106.3 സെന്റിമീറ്റർ ലെങ്തിൽ മെർക്കുറി ഫില്ല് ചെയ്താൽ അതിന്റെ ഗ്രാം എന്തായിരിക്കും? 14.4521 ഗ്രാം ആയിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് ആണ് ഇതൊക്കെ. ഇതിങ്ങനെയൊക്കെ 0 ഡിഗ്രി സെൽഷ്യസ് ഇതായിരിക്കും 14.4521 ഗ്രാമിന്റെ 1 square mm ട്യൂബിൽ നിറച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 106.3 സെന്റിമീറ്റർ നിൽക്കും കറക്റ്റ് ആയിട്ട്. അപ്പോൾ ആ മെർക്കുറി കോളം അതിന് നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? ഇന്റർനാഷണൽ ഓം എന്ന് പറയുന്നത്. ഓക്കെ, മെർക്കുറി തരുന്നൊരു റെസിസ്റ്റൻസിനാണ് ഇന്റർനാഷണൽ ഓം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇന്റർനാഷണൽ ആംപിയർ? One international ampere may be defined as that unvarying current. ഇവിടെ DC ആണ് കേട്ടോ കൊടുക്കുന്നത്. DC defined as the unvarying current DC which when passed through a solution of silver nitrate in water deposed silver nitrate at rate of 1.118 mg per second at the cathode. അതായത് നമ്മൾ ബാറ്ററി പഠിക്കുമ്പോൾ കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ് ഡെപ്പോസിഷൻ ഒക്കെ നമ്മൾ പറയും അവിടെ കേട്ടോ, അവിടെ പറയും. സോ 1 ഇന്റർനാഷണൽ ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽവർ നൈട്രേറ്റ് വാട്ടറിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഇലക്ട്രോലൈറ്റ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ കൂടെ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ അത് സിൽവറിനെ ഡെപ്പോസിറ്റ് ചെയ്യും. കാഥോഡിൽ സിൽവറിനെ ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യുന്ന റേറ്റ് എന്താണ്? 1.118 mg per second. ഒരു സെക്കൻഡിൽ 1.118 മില്ലിഗ്രാം സിൽവർ വീതം ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ ഇലക്ട്രോഡ് കൂടെ സപ്ലൈ ചെയ്യുന്ന കറണ്ടാണ് ഇന്റർനാഷണൽ ആംപിയർ. 1 ഇന്റർനാഷണൽ ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബീക്കർ എടുത്തിട്ട് അതിനകത്ത് 2 ഇലക്ട്രോഡ് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ആനോഡ്, ഒരെണ്ണം കാഥോഡും. അതിലേക്ക് നമ്മളൊരു DC സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിരിക്കുക, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സോ ഈ കാഥോഡിൽ എപ്പോഴാണോ എന്താണ് 1.118 mg per second റേറ്റിൽ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I ആയിരിക്കുന്നത് 1 ഇന്റർനാഷണൽ ആംപിയർ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് 1 ഇന്റർനാഷണൽ ആംപിയർ. ദെൻ വാട്ട് ഈസ് ഇന്റർനാഷണൽ വോൾട്ട്? ഇന്റർനാഷണൽ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് when applied to a conductor whose resistance is 1 international ohm produces a current of 1 international ampere. നമ്മൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഓമും ഇന്റർനാഷണൽ ആംപിയറും ഓക്കെ ഇവിടെ വേണം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് വെൻ അപ്ലൈഡ് ടു എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്?
whose resistance is 1 international ampere. Resistance എന്തായിരിക്കണം? 1 international ohm and produces a current of 1 international ampere. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർനാഷണൽ വോൾട്ട് എന്ന് പറയുന്നത്. അതിന് ഈക്വൽ ആയിരിക്കും നോർമലി പറയുന്ന 1.00049 വോൾട്ടിന് ഈക്വൽ ആയിരിക്കും എന്ത്? ഒരു ഇന്റർനാഷണൽ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ വോൾട്ട് ഒരു വോൾട്ടിന് ഈക്വൽ അല്ല. 1 ഇന്റർനാഷണൽ വോൾട്ട് എന്ന് പറയുന്നത് 1.00049 വോൾട്ടിന് ഈക്വൽ ആണെന്നുള്ള കാര്യം ആലോചിക്കണം. അവിടെ എന്താണ് കണ്ടീഷൻ? അവിടെ നമ്മളൊരു വോൾട്ടേജ് ഒരു കണ്ടക്ടറിനെ ക്രോസ് ഒരു റെസിസ്റ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതിനെ ക്രോസ് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കൂടെ എന്ത് ചെയ്യണം? ഒരു ഇന്റർനാഷണൽ ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യണം. 1 ഇന്റർനാഷണൽ ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യണം. ഇതിന്റെ റെസിസ്റ്റൻസ് 1 ഇന്റർനാഷണൽ ഓമോ ആയിരിക്കണം. ഒരു ഇന്റർനാഷണൽ ഓമോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇതിനെ ഇന്റർനാഷണൽ വോൾട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസിന്റെ കേസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ അതിനെ അടുത്ത് നമുക്ക് നോക്കാം കണ്ടക്ടൻസ്. റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അതിനെ അടുത്ത് നോക്കാൻ പോകുന്ന സാധനം എന്താണ്? കണ്ടക്ടൻസ് ആണ്. കണ്ടക്ടൻസ്. വാട്ട് ഈസ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് എന്താണ്? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ വിച്ച് കണ്ടക്ട്സ് ദി ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. ഓക്കെ, അതായത് ഒരു കണ്ടക്ടർ ഒരു മെറ്റീരിയലിന് അതിനകത്തൂടെ കറണ്ടിനെ കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഇത് നേരെ എതിരെയുള്ള സാധനം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്താണ്? റെസിസ്റ്റൻസ്. എന്തായിരുന്നു? പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറന്റ്, അല്ലെ? അപ്പൊ റെസിസ്റ്റൻസും കണ്ടക്ടൻസും നേരെ എതിരെയുള്ള സാധനങ്ങളാണ്. ഒരു മെറ്റീരിയൽ തന്നെയുള്ള രണ്ട് വ്യത്യസ്ത സാധനങ്ങൾ. അപ്പൊ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടക്ടൻസ് അവിടെ ഉണ്ടാവും. സോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കണ്ടക്ടൻസ് കുറവായിരിക്കും, കണ്ടക്ടൻസ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ വിച്ച് കണ്ടക്ട്സ് ദ ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ദ കണ്ടക്ടൻസ്. ഓക്കെ, ആൻഡ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടൻസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? അതിവിടെ പറഞ്ഞു, സിംബൽ ഈസ് ജി. സിംബൽ ജി എന്ന് എടുക്കാം. ഓക്കെ, ജി എന്നാണ് നമ്മൾ ജനറലി എടുക്കുക. സോ ജി എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് 1/R. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അത് 1/Ohm എന്ന് നോക്കുക. അപ്പൊ യൂണിറ്റ് എടുക്കുമ്പോൾ 1/Ohm എന്ന് പറയും. 1/Ohm എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. Ohm raised to -1 എന്ന് എഴുതാം. Ohm raised to -1 എന്ന് എഴുതാം. നമ്മളല്ലേ ഓമിന് എങ്ങനെ എഴുതും? OHM അല്ലേ? ഇതാണ് ഓം. നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനത്തിന് നമുക്ക് മാറ്റാം. അതായത് G is equal to 1/R അല്ലേ? ഈ Ohm raised to -1 നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചത് തല കുത്തനെ ഇങ്ങനെ എഴുതാം. അതായത് ഇതിന്റെ മിറർ ഇമേജ് ഇവിടെ നമ്മളൊരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? അതായിരിക്കും ഈ മോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് തിരിച്ചെഴുതാം? MHO മോ. ഓക്കെ, Ohm raised to -1 ഓർ മോ എന്ന് നമുക്ക് പറയാം. യൂണിറ്റ് MHO. കണ്ടോ? ഓമിനെ നേരെ തിരിച്ചെഴുതുന്നു. സിമ്പൽ നേരെ തലകുത്തനെ വരയ്ക്കുന്നു. ഇവിടെ എന്താണ്? തിരിച്ചെഴുതുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ തിരിച്ചെഴുതുന്നു. ഗുഡ് കണ്ടക്ടേഴ്സ് ഹാവ് ലാർജ് കണ്ടക്ടൻസ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ഹാവ് സ്മോൾ കണ്ടക്ടൻസ്. നല്ല കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്തുണ്ടാവും? അതിന്റെ കണ്ടക്ടൻസ് എന്തായിരിക്കും? കണ്ടക്ടൻസ് വളരെ കൂടുതലായിരിക്കും. കണ്ടക്ടേഴ്സിന്റെ ഗുഡ് കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടൻസ് വളരെ കൂടുതലായിരിക്കും. അതിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ ഗുഡ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഓർ ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ കണ്ടക്ടൻസ് എന്തായിരിക്കും? വളരെ 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 കുറവായിരിക്കും. ബട്ട് അതിന്റെ റെസിസ്റ്റൻസ് വളരെ വളരെ കൂടുതലായിരിക്കും. കണ്ടക്ടൻസും റെസിസ്റ്റൻസും വളരെ വളരെ പറയുന്നത്, ഇപ്പൊ കണ്ടക്ടൻസ് വളരെ വളരെ കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് വളരെ വളരെ കുറവായിരിക്കും. കണ്ടക്ടൻസ് വളരെ കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് ആ റിലേഷൻ വരുന്നത്. If a wire has a resistance of R ohm, okay, R ohm, its conductance will be 1/R. R ohm ആണ് ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എങ്കിൽ അതിന്റെ കണ്ടക്ടൻസ് എന്തായിരിക്കും? 1/R ആയിരിക്കും. 1/R ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടക്ടൻസിന്റെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത്. കണ്ടക്ടൻസ്. Then quantity of electricity. ഇതിലൊരു കാര്യം കൂടെ പറയാനുള്ളതാണ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ അളവ് എന്നുള്ളതാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഇത് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു അളവ് വേണമല്ലോ, എല്ലാത്തിനും അളവ് വേണമല്ലോ. അപ്പോ
ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ് പഠിക്കുന്നത് എപ്പോഴും എല്ലാ 2 മാസം കൂടുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ബില്ല് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് എനർജിയാണ്. ക്വാണ്ടിറ്റി ഓഫ് എനർജി, അവിടെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ വാട്ട് ഈസ് കറണ്ട്? കറണ്ട് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. വാട്ട് ഈസ് കറണ്ട്? ഐ എന്ന് പറയുന്നത് കറണ്ട് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്? Q by T അല്ലെ? Q by T. ഐ എന്ന് പറയുന്നതാണ് Q by T. അപ്പൊ Q ആണ് റേറ്റ് ഓഫ് ഫ്ലോ, Q by T ആണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചാർജിന്റെ ഫ്ലോ ഉണ്ടാവും. അപ്പൊ ചാർജ് Q ആണ് ഇവിടെ ആ പറയുന്ന ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ചാർജ് Qനെയാണ് അപ്പൊ അവര് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സാധനം? ചാർജ് ആണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സാധനം എന്താ? ചാർജ് Q. ചാർജ് Q അതിന് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? അത് മൂവ് ചെയ്താൽ അത് കറണ്ടായി, അതൊരിടത്ത് സ്റ്റോർ ചെയ്യുന്ന അതൊരു പൊട്ടൻഷ്യലായി. ഓക്കെ, so flow of electricity, rate of flow of electricity Q by T, this is the rate of flow of electricity, is called current. Okay, the quantity of electricity Q passing through any part of the circuit in a certain time. Okay, the quantity of electricity എന്ന് പറഞ്ഞാൽ എന്താണ്? The current passing through any part of the circuit in certain time. ഒരു ഏതെങ്കിലും ഒരു സർക്യൂട്ടിലെ ഒരു പാർട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ടൈം, നമ്മളിപ്പോൾ ടൈമിന്റെ കേസ് പറഞ്ഞില്ലല്ലോ ഇതുവരെ, നമുക്ക് ടൈം കൂടെ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെയാണ് ക്വാണ്ടിറ്റി വരുന്നത്, എത്ര സമയം എന്നുള്ള കാര്യം വരുന്നത്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് കോൾഡ് കൂളംബ്. ഞാൻ പറഞ്ഞു അവിടെ ഇലക്ട്രോൺസ് വരും, അതുകൊണ്ട് തന്നെ ചാർജ് ആണ് നമ്മളുടെ കണ്ടീഷൻ, ചാർജ് ആണ് വരിക. ചാർജ് വരുന്നതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കൂളംബ് ആണ്. കൂളംബ് ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ Q. നേരത്തെ പറഞ്ഞതാണ് Q നമുക്ക് ഒരു ലെറ്റർ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ Q വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Q നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും? Q is equal to IT. ഈ ഇക്വേഷന് Q നമുക്ക് എന്ത് കിട്ടും? Q is equal to I into T. കറണ്ട് ഇൻറ്റു ടൈം, എത്ര സമയം ആ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്തു, അതാണ് IT എന്ന് പറയുന്നത്. എത്ര സമയം കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്തു, കറണ്ട് ഇൻറ്റു ടൈം, IT, or Q is equal to IT. കറണ്ട് ഇൻ ആംപിയേഴ്സ് ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ്സ്. കറണ്ട് ഇൻ ആംപിയേഴ്സ് ഈക്വൽ ഇൻറ്റു ടൈം ഇൻ സെക്കൻഡ് ആണെന്ത്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. Okay, coulomb is the unit of electricity transferred by a current of 1 ampere in 1 second. Okay, so 1 coulomb is the quantity of the electricity transferred by a current of 1 ampere in 1 second. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 coulomb equal to 1 ampere into 1 seconds. Okay, 1 coulomb equal to 1 ampere into 1 second. Another name of the above unit is called ampere second. Ampere second. ഇതിനെ നമുക്ക് എന്താ പറയാം? ആംപിയർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. ആംപിയർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കൂളോ എന്ന് പറയാം. ആംപിയർ സെക്കൻഡ് ഓർ കൂളം, കേട്ടോ, വൈ അല്ല. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയാം നമുക്ക്? ആംപിയർ സെക്കൻഡ് എന്ന് പറയാം, ഓർ കൂളം എന്ന് പറയാം, ഓർ കൂളം എന്ന് പറയാം. അതുപോലെ ലാർജർ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ആ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇപ്പോൾ സെക്കൻഡ്സിന്റെ കേസിലാണ് നമ്മൾ എന്താണ് ആംപിയർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, 1 ആംപിയർ കറണ്ട് 5 സെക്കൻഡിലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ ഇതിന്റെ വേറെ എക്സാമ്പിൾ ആണ്, 1 ആംപിയർ കറണ്ട് 5 സെക്കൻഡിലേക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി Q എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 into 5 equal to 5 ആംപിയർ സെക്കൻഡ്. 5 ആംപിയർ സെക്കൻഡ് ആയിരിക്കും അവിടെ വരിക, 5 ആംപിയർ സെക്കൻഡ്. സോ ലാർജർ യൂണിറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി, അതായത് മണിക്കൂർ ആണെങ്കിൽ നമ്മൾ ഫ്ലോ ചെയ്യുവാണെങ്കിൽ ലാർജർ യൂണിറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി is the ampere hour and obtained when the time unit is in hours. ടൈം ഇവിടെ എന്താണ്? നമ്മൾ ഇവിടെ സെക്കൻഡ് ആണ് എടുത്തത്, ഇവിടെ സെക്കൻഡിൽ എടുത്തത്. ഞാനിത് എന്നെ ഒന്ന് ഹൈഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാണാൻ പറ്റും. സോ ഇവിടെ സെക്കൻഡിലാണ് എടുത്തത്, സെക്കൻഡിൽ എടുത്തുകൊണ്ടാണ് ആംപിയർ സെക്കൻഡ് വന്നത്. ആംപിയർ സെക്കൻഡ് വന്നത്. ഇനി അവേഴ്സിൽ എടുക്കുവാണെങ്കിൽ എന്ത് വരും? ആംപിയർ അവർ വരും. കണ്ടോ? അപ്പോൾ ഈ ആംപിയർ അവറൊക്കെ എന്തിന്റെ? നമ്മൾ സെല്ല്, ചെറിയ നമ്മൾ ബാറ്ററി ഒക്കെ പറയില്ലേ, ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ എന്തിലാ പറയാ? ആംപിയർ അവർ. എത്ര മണിക്കൂർ ഇതിന്? ഇപ്പോ 5 ആംപിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ടും അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടും, ഇപ്പോൾ ഒരു ബാറ്ററിക്ക് എന്താ പറയാ, 1 ആംപിയർ കറണ്ട് ആണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയാം. അതിന്റെ പോസിബിൾ ഔട്ട്പുട്ട് 1 ആംപിയർ കറണ്ട് അതിന് ഔട്ട്പുട്ട് തരാൻ പറ്റും. അതിന്റെ കപ്പാസിറ്റി 5 ആംപിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് 1 ആംപിയർ വെച്ചിട്ട് 5 മണിക്കൂർ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ 1 into 5 ആംപിയർ അവർ. 1 ആംപിയർ into 5 അവർ, 5 ആംപിയർ അവർ. അതാണ് അതിന്റെ കപ്പാസിറ്റി. 1 ആംപിയർ വെച്ച് 5 മണിക്കൂർ സപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് 5 ആംപിയർ അവർ ആണ്.
ഇപ്പോ 5 ആംപിയർ വെച്ച് 1 മണിക്കൂർ സപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്, അത് 5 ആംപിയർ അവർ ആണ്. ഓക്കെ, സോ ഇതേ ബാറ്ററി ഇപ്പൊ 5 ആംപിയർ അവറിന്റെ ബാറ്ററി 2 ആംപിയർ വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ എത്ര സമയം നമുക്ക് അത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 5/2 ചെയ്താൽ മതി. എന്ത് കിട്ടും? 2.5 2.5 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ അതെന്തായാലും എക്സോസ്റ്റ് ആയി പോകും. ഓക്കെ, സോ 1 ആംപിയർ അവർ എന്താണ്? 1 ആംപിയർ അവർ എത്ര കൂളമാണ്, അല്ലെ എത്ര ആംപിയർ സെക്കൻഡ് ആണ്? 1 ആംപിയർ അവർ. അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സെക്കൻഡ് ഉണ്ട് അവർ എന്ന് പറഞ്ഞാൽ? 3600 സെക്കൻഡ്സ് ആണ്, അല്ലെ? സോ 1 × 3600 സെക്കൻഡ്സ്. സോ എന്ത് കിട്ടും? 3600 ആംപിയർ സെക്കൻഡ് ആണ്. അതാണ് 3600 കൂളം എന്ന് പറയുന്നത്. 1 ആംപിയർ അവർ ഇസ് ഈക്വൽ ടു 3600 കൂളം. ഇത് എപ്പോഴും ശ്രദ്ധിച്ചോളണം. 3600 ആംപിയർ സെക്കൻഡ് 3600 കൂളം. ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി മനസ്സിലായല്ലോ. കറണ്ട് ഇൻറ്റു ടൈം ആണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ ഈ ഇതിന്റെ കമ്പോണൻസ് ഒക്കെ നമ്മളിപ്പോൾ ബേസിക് പാരാമീറ്റേഴ്സ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. സോ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഈ സാധനങ്ങളെല്ലാം, അല്ലേ? ഒന്ന് നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്തെടുത്താലോ. സോ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആദ്യം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF എന്താണെന്ന് പറഞ്ഞു. എന്താണ് EMF? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു സർക്യൂട്ടിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ആയിട്ടുള്ള സോഴ്സിന് വരുന്നതാണെന്ത്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് ആണെന്ത്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ സോഴ്സിന്റെ പ്രോപ്പർട്ടിയാണ് EMF എന്ന് പറയുന്നത്, അല്ലെ? In order to move electrons in a circuit, source of electric energy is required. That is called EMF. അതാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കുന്നത്. Then അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? EMFന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് തന്നെയാണ്. EMF നമ്മൾ മെഷർ ചെയ്യുന്നില്ല. EMF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്തിൽ നിന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിന്നും ടെർമിനൽ വോൾട്ടേജിൽ നിന്നും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇന്റർണൽ റെസിസ്റ്റൻസ് ഒക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, 2 പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ്. അത് ഒരു സർക്യൂട്ടിൽ 2 ടെർമിനൽസ് തമ്മിലുള്ള വോൾട്ടേജിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്തിലാണ് മെഷർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത് വോൾട്ടേജിലാണ് മെഷർ ചെയ്യുന്നത്. സോറി, വോൾട്ട്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ട്സിലാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടില് ഒരു ബാറ്ററിക്ക് അക്രോസ് ഒരു എലമെന്റ് കണക്ട് ചെയ്തിരുന്നാൽ ആ സർക്യൂട്ടില് ആ ഒരു സ്വിച്ച് അത് ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ ആ ബാറ്ററി ടെർമിനൽ അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് EMFന് ഈക്വൽ ആയിരിക്കും. കാരണം അവിടെ കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ബാറ്ററി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? EMF, അല്ലെ? ടെർമിനൽ വോൾട്ടേജ് EMFന് ഈക്വൽ ആയിരിക്കും. എപ്പോ? സ്വിച്ച് ഓപ്പൺ കണ്ടീഷനിൽ. സ്വിച്ച് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഡ്രോപ്പ് വരും റെസിസ്റ്റൻസിന്റെ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ബാറ്ററി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ ടെർമിനൽ വോൾട്ടേജും ഡ്രോപ്പും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? EMF കിട്ടുക. സോ ടെർമിനൽ വോൾട്ടേജ് പറഞ്ഞു, ഒരു എലമെന്റ്സിന്റെ സോഴ്സിന് ടെർമിനലിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ് ടെർമിനൽ വോൾട്ടേജ്. ആ ടെർമിനൽ വോൾട്ടേജ് എന്തിന്റെയൊക്കെ ഡിഫറൻസ് ആയിരിക്കും? EMFൽ നിന്ന് ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? ടെർമിനൽ വോൾട്ടേജ് VT എന്ന് പറയുന്നത്. E is equal to VT plus IR. ഇന്റേണൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് IR EMFൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടെർമിനൽ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇതിന്റെ ടെർമിനൽ വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? വോൾട്ട് തന്നെയാണ്, അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത അടുത്ത പ്രോപ്പർട്ടിയാണ് ലോഡ് അഥവാ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. ലോഡിന്റെ റെസിസ്റ്റൻസ് പറയാം, കണ്ടക്ടർ പാർട്ട് ഓഫ് ഇത് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് വളരെ അത്യാവശ്യമാണ്. എന്തിന്? അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ആ റെസിസ്റ്റൻസിനെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
കറണ്ട് ലിമിറ്റ് ചെയ്യാൻ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, കറണ്ട് അബ്നോർമൽ വാല്യൂലേക്ക് അബ്നോർമലി ഹൈ ആയിട്ട് മാറും. സോ അങ്ങനെ സർക്യൂട്ടിന് തന്നെ എന്ത് ചെയ്യും, അത് ബേൺ ഔട്ട് ചെയ്ത് കളയും. ദെൻ കൺവേർഷൻ, ഈ കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10⁻6 എന്ന് പറഞ്ഞാൽ എന്താണ്, മെഗാ ഓം ആണ്. മെഗാ 10⁻³ എന്ന് പറഞ്ഞാൽ കിലോ ആണ്. 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്, മില്ലി ആണ്. 10⁻6 എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്. അത് ഓം ആയാലും ശരി, ഫാരഡ് ആയാലും ശരി, ഹെൻറി ആയാലും ശരി. മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഓം മീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീസ്റ്റൺസ് ബ്രിഡ്ജും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് പറഞ്ഞു. എന്താണ് ഇന്റർനാഷണൽ ഓം എന്ന് പറഞ്ഞു, എന്താണ് ഇന്റർനാഷണൽ ആംബിയർ എന്ന് പറഞ്ഞു, എന്താണ് ഇന്റർനാഷണൽ വോൾട്ട് എന്ന് പറഞ്ഞു. ഒരു കണ്ടക്ടറിനെ ക്രോസ് 1 ഇന്റർനാഷണൽ ഓം ഉള്ള ഒരു കണ്ടക്ടറിനെ ക്രോസ് വോൾട്ടേജ് സപ്ലൈ ചെയ്യുമ്പോൾ 1 ഇന്റർനാഷണൽ ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്താൽ ആ വോൾട്ടേജാണെന്ന് പറയുന്നത് ഇന്റർനാഷണൽ വോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ മെർക്കുറി കോളത്തിന്റെ കാര്യവും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ദെൻ കണ്ടക്ടൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കണ്ടക്ടൻസ് എന്നാണ്, കണ്ടക്ടൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് അലോ ദി കറണ്ട്, അല്ലെ, വിച്ച് അലോസ് ദി കറണ്ട്. കറണ്ടിനെ അലോ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. വിച്ച് കണ്ടക്ട് ദ ഫ്ലോ ഓഫ്, അല്ലെ അലോസ് ദി ഫ്ലോ ഓഫ് കറണ്ട് ഇസ് കോൾഡ് കണ്ടക്ടൻസ്. അത് നേരെ എന്താണ്, റെസിസ്റ്റർ ഒപ്പോസ് ചെയ്യും, കണ്ടക്ടർ അലോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ടും നേരെ തിരിച്ച് സ്വഭാവമുള്ള സാധനങ്ങളാണ്. സോ കണ്ടക്ടൻസ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനാണ് എന്ത് പറയുന്നത്, കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ സിമ്പിൾ എന്താണ്, ജി ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് 1/R. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് G is equal to 1/R ആണ്. അതുപോലെ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Ohm⁻⁻1 അഥവാ മോ എന്ന് നമുക്ക് പറയാം. സിമ്പിൾ നമുക്ക് ഓമിനെ തിരിച്ചെഴുതുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, മോ എന്ന് പറയാം. സോ ഇഫ് എ വയർ ഹാവ് R ഓം ആണെങ്കിൽ, R ഓം ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടക്ടൻസ് എന്തായിരിക്കും, 1/R ആയിരിക്കും. 1/R മോ ആയിരിക്കും അതിന്റെ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സിന് കണ്ടക്ടൻസ് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി ഗുഡ് റെസിസ്റ്റേഴ്സിന് കണ്ടക്ടൻസ് കുറവായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും കേട്ടോ. ആ പേരനുസരിച്ച് കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ടൻസ് ആയിരിക്കും കൂടുതൽ, റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ, മറ്റത് കുറവായിരിക്കും. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിൽ കൂടെ എത്ര നേരം കറണ്ട് ഫ്ലോ ചെയ്തു എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടറിൽ കൂടെ എത്ര നേരം കറണ്ട് ഫ്ലോ ചെയ്തു എന്നുള്ളതിന്റെ അളവിനെയാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും എന്തായിരിക്കും, ചാർജിന് ഈക്വൽ ആയിരിക്കും. കറണ്ട് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ Q, ചാർജിന് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ്, യൂണിറ്റ് കൂളം ആണ് വരുന്നത്. കൂളം എന്ന് പറയാം, അല്ലെങ്കിൽ ആംപിയർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. കറണ്ട് ഇൻറ്റു ടൈം അല്ലേ, അപ്പൊ ആംപിയർ ഇൻറ്റു സെക്കൻഡ്, ആംപിയർ സെക്കൻഡ് എന്ന് പറയാം. ലാർജർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആംപിയർ അവർ എന്ന് പറയാം. അപ്പോൾ 1 ആംപിയർ അവർ എന്ന് പറഞ്ഞാൽ 3600 ആംപിയർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 3600 കൂളം ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് ബാക്കി ടോപ്പിക്സ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.